ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. വിജയം അത് സ്വന്തമാക്കാൻ വേണ്ടി എല്ലാവരും രാവും പകലും അധ്വാനിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായി അവർ വിജയം നേടുന്നത് കാണാം. വേറെ ചിലവർ രാവും പകലും അധ്വാനിക്കുന്നുണ്ട്. അധ്വാനത്തിൻ്റെ പോഷൻ നോക്കിയാൽ അവർ 100% ആണ്. പക്ഷേ വിജയത്തിൻ്റെ ഭാഗം വരുമ്പോൾ എന്തോ വിജയം അവരുടെ അടുത്ത് വരാൻ ഇഷ്ടപ്പെടാത്തതുപോലെ. നമ്മൾ പറയാറില്ലേ, കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നൊക്കെ വിജയം അങ്ങ് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ നിരാശയും സങ്കടം വരുന്നൊരവസ്ഥ. എന്തതിൻ്റെയൊക്കെ കാരണം? സത്യത്തിൽ സഫലത അഥവാ വിജയം എന്ന് പറയുന്നതൊന്നും അത്ര കഷ്ടപ്പാടുള്ള കാര്യമല്ല. പക്ഷേ പ്രവർത്തിക്കുന്ന സമയത്ത് അല്പം ശ്രദ്ധയോടെ പ്രവർത്തിക്കണം. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ സാഹചര്യത്തിനൊത്ത് വാക്കും കർമ്മവും ചിന്തകളും പ്രവർത്തിക്കുമ്പോൾ അത് വിജയത്തിനെ സരളമായിക്കൊണ്ട് നമ്മുടെ കൈകളിൽ എത്തിച്ചു തരും. എങ്ങനെയാണോ സീസണിൽ നമ്മൾ മാമ്പഴം വാങ്ങാൻ പോകുകയാണെങ്കിൽ കൂടുതൽ മധുരമുള്ള മാമ്പഴം കിട്ടും. മറിച്ച് സീസൺ അല്ലാത്തപ്പോൾ ഏതൊരു പഴം നമ്മൾ അതിൻ്റെ പൂർണ്ണ സ്വാദോടെ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെയാണ് നിർബന്ധപൂർവം നമ്മൾ അത് വിധിപ്രകാരമല്ലാതെ സാഹചര്യത്തിനും സമയത്തിനും ഒത്തല്ലാതെ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമം അസ്ഥാനത്താവുകയാണ്. അതുകൊണ്ടാണ് വിജയം ദൂരത്തിലാകുന്നത്. നിങ്ങൾ ആലയിൽ പണിയെടുക്കുന്ന ഒരു കൊല്ലനെ കണ്ടിട്ടുണ്ടോ? ആ കൊല്ലൻ എത്ര സമയം ക്ഷമയോടെ ആ ഇരുമ്പ് പഴുത്ത് ചൂടായി വരുന്നവരെ കാത്തിരിക്കും. എപ്പോഴാണോ അത് പഴുത്ത് അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലെത്തുന്നത്, ആ സമയത്ത് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിനനുസൃതമായി ചുറ്റിയ കൊണ്ട് അടിച്ച് അതിന് ഷേപ്പാക്കും. ഇരുമ്പ് സാധാരണ രീതിയിൽ അടിച്ചാൽ അത് പൊട്ടുകയുള്ളൂ, അല്ലാതെ ഷേപ്പാവില്ല. പക്ഷേ അത് ചൂടാക്കി ചൂടെത്തുന്ന സമയത്ത് കൃത്യസമയത്ത് വേണ്ട രീതിയിലടിക്കുമ്പോൾ മനോഹരമായ വെറൈറ്റി ആയുധങ്ങൾ നമ്മുടെ കയ്യിലെത്തിച്ചു തരും. ഇതുപോലെ തന്നെയാണ് ജീവിതയാത്രയിലും. ക്ഷമയോടെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് വേണ്ട രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ വിജയം സരളമാണ്. പക്ഷേ പ്രവർത്തനത്തിൻ്റെ രീതി മാറുമ്പോൾ, വേണ്ട സമയത്തല്ലാതാകുമ്പോൾ അത് ചിലത് വിജയത്തിന് പകരം പരാജയം മാത്രമല്ല മഹാദുഃഖം പോലും സമ്മാനിക്കും. അതുകൊണ്ട് സമയത്തിനൊത്ത് സാഹചര്യത്തിനൊത്ത് കൃത്യസമയത്ത് കൃത്യമായ വാക്കുകളും കർമ്മങ്ങളും ചിന്തകളും ഉണ്ടാകട്ടെ. വിജയം ഈസിയായിരിക്കും. ഓം ശാന്തി.